ഏകദേശം 1350.84 മില്യൺ ആളുകൾക്കാണ് 2024 സൈബർ അറ്റാക്ക് ഏൽക്കേണ്ടി വന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 20,41,360 ആൾക്കാർക്കാണ് ഏകദേശം സൈബർ അറ്റാക്ക് ഏൽക്കേണ്ടി വന്നത്. അടുത്തത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. അങ്ങനെ ആവാതിരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വെബ് അധിഷ്ഠിത ആപ്ലിക്കേഷനാണ് കാവൽക്കാരൻ. ഈ ഒരു വെബ്സൈറ്റിൽ പല പല ടൂളുകൾ നിങ്ങൾക്കായി കിട്ടുന്നതാണ്. ഇതാണ് കാവൽക്കാരൻ്റെ ലിങ്ക് പരിശോധന. ഇതിൽ നമുക്ക് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് പരിശോധിക്കുക എന്ന ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഞാനിതവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കുന്ന ബട്ടൺ ഞെക്കി നോക്കുമ്പോൾ കാണുന്നത് SSL റിപ്പോർട്ട് എന്ന സംഭവമുണ്ട്. അതില്ല എന്നാണ് പറയുന്നത്. പിന്നെ വോയിസിലൊക്കെ പരിശോധിക്കുന്നുണ്ട്, കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ പല പല റിപ്പോർട്ടുകൾ തരുന്നുണ്ട്. ബ്ലാക്ക് ലിസ്റ്റിലില്ല. ബ്ലാക്ക് ലിസ്റ്റ് എന്ന് മീൻസ് ഇവിടെ കുറേ സ്പാമുകൾ നിറഞ്ഞ URLകളുടെ ലിസ്റ്റാണ്. അതിലിതിനെ കാണാനില്ല. പിന്നെ ഈ URLൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടുന്നുണ്ട്, സ്ക്രീൻഷോട്ട്. ഇത് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യാതെ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പം നമുക്കിനി ഫൈനൽ റിപ്പോർട്ട് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കി വെക്കാം. ലിങ്ക് സുരക്ഷിതം പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ ലിങ്കിനെയൊക്കെ പറ്റി നോക്കി. ഇനി നമുക്കൊരു QR കോഡ് നോക്കിയാലോ. ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു QR കോഡ് എടുത്തു. എന്തിൻ്റെ QR കോഡാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, എന്നാലും ഞാൻ നോക്കി വെക്കാം. സ്കാൻ മീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ QR കോഡ് ഒന്ന് സെലക്ട് ചെയ്തു അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇതിന് കാണുന്ന എന്താ, QR കോഡ് എൻ്റെ ഒരു വെബ്സൈറ്റിലേക്കാണ് പോണത്. OSXdaily.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിലേക്കാണ്. ഇതൊരു സാധാരണ ലിങ്ക് ആണ് ഈ QR കോഡ് കൂടെ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ പ്രിവ്യൂ നമുക്കിത് അവിടെ കിട്ടുന്നുണ്ട്. OSXdaily എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. കണ്ടോ, ഈ വെബ്സൈറ്റിൻ്റെ ലൈവ് പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. ഈ വെബ്സൈറ്റ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു അടിപൊളി ഫീച്ചറുണ്ട് ഈ കാവൽക്കാരൻ എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് QR കോഡ് കിട്ടിയാലും ഇനി അത് പേയ്മെൻറ്റ് QR കോഡാണോ, ലിങ്ക് QR കോഡാണോ, ടെക്സ്റ്റ് QR കോഡാണോ എന്നൊക്കെ ഈസിയായി നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു എമർജൻസി നമ്പറിലേക്ക് വിളിക്കണം തോന്നുക. നിങ്ങൾക്ക് ഏത് നമ്പർ അയക്കാനും വിളിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാം. എന്നിട്ട് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് ജസ്റ്റ് ആ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് കോള് പോകുന്നതാണ്. ഒരു അറ്റാക്കർ നിങ്ങളെ ഹാക്ക് ചെയ്തു. അയാൾ ഏത് വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുക, അയാൾക്ക് എത്ര കാലം ശിക്ഷ കിട്ടും എന്നൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാം. പക്ഷേ ഇതൊക്കെ കുറേ നേരം വേണം. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതിൽ നിങ്ങൾക്ക് ശരിയായ ഇൻഫർമേഷനാണ് കിട്ടുക, നിങ്ങൾ ഉറപ്പും കൂടി വരുത്താം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊരു ഫീച്ചർ കൂടി തരികയാണ്. നിങ്ങൾക്ക് ഓരോന്നിൻ്റെ വകുപ്പും അതിൻ്റെ ശിക്ഷയും കാണാനുള്ള ഒരു ഓപ്ഷൻ, അതും ഇന്ത്യൻ ആക്ട് 2000 പ്രകാരം. പിന്നെ IPC വകുപ്പുകളും ചിലത് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൈബർ പരമായ പല പല സംശയങ്ങളും ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊന്ന് ഈ ഗൂഗിൾ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണും. ഇതിലൊക്കെ പുറമെ ആ വീഡിയോയിലും ഗൂഗിളിലും കാണിക്കുന്ന കണ്ടൻറ്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പം 100% ഷുവറായ കണ്ടൻറ്റുകൾ മാത്രം കൊടുക്കുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെല്ലാം. ഞങ്ങളുടെ വെബ്സൈറ്റിൻ്റെ വേറെ ഫീച്ചർ തന്നെയാണിത്. ഒരു ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെ അറിയാം, അതിന് ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പരിമിതമായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഞങ്ങളിതിൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഹാക്കായി നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താ, അങ്ങനെ പല പല സംശയങ്ങളുടെ ഉത്തരങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. ഞങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ പ്രാധാന്യം നൽകാറുണ്ട്. വോയിസ് ഓഫ് കസ്റ്റമർ ഞങ്ങൾ പ്രാധാന്യം നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ നൽകാം. ഞങ്ങളെപ്പോഴും ഇത് വായിച്ചു നോക്കാറുണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ പറയാം. ഇത് നിങ്ങൾ ആരാണ്, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കാൻ അനുയോജ്യനായ ആളാണോ, അതോ ആരൊക്കെയാണ് ഇങ്ങനത്തെ വെബ്സൈറ്റുകൾ കാണുന്നത്, അവർക്ക് പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സേ അബൌട്ട് യു എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുന്നത്. അല്ലാതെ ഈ വിവരങ്ങൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാറില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ സജഷൻസ് നൽകാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു സജഷൻ കൊടുക്കുകയാണ്, ആഡ് മോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഞങ്ങളുടെ ഇത്രയും
ഇത് തന്നിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് ഞാൻ റിവ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് സബ്മിറ്റ് ചെയ്താൽ ഞങ്ങളവിടെ ഈ ഒരു ഗൂഗിൾ ഫോം വഴിയാണ് ചെയ്യുന്നത്, ഞങ്ങളവിടെ കാണും. ഈ ഒരു വെബ്സൈറ്റിൽ ആഡുകളില്ല. ഈ ഒരു വെബ്സൈറ്റിലൂടെ ഞങ്ങൾ ക്യാഷോ മണിയോ ഒന്നും മേടിച്ചിരുന്നില്ല. ഈ ഒരു വെബ്സൈറ്റ് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മലയാളത്തിലാണ് മുഴുവനായിട്ടും.